മെയ്യഴകൻ ആരായിരുന്നു മികച്ചു തന്നെ? കാർത്തി തന്നെ. കുഴപ്പമില്ല, നല്ല പടം കുഴപ്പമില്ല. മെയ്യഴകൻ കവിത എങ്ങനെ ഉണ്ടായിരുന്നു പടം? നല്ല ഫാമിലി മൂവിയാണ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻ ആണോ, കോമഡി ആണോ, ഡ്രാമയാണോ? ഫാമിലി മൂവിയാണ്. കാർത്തി ഒരു പഴയ ആ ഒരു മോഡ് പോലെ 2015 അതേപോലത്തെ എന്തായാലും എക്സ്പെക്ട് ചെയ്ത പോലെ വന്നായിരുന്നു പടം? അല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തൊന്നും വന്നതല്ല, വെറുതെ വന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ്. എങ്ങനെയുണ്ട്? നല്ല പടം. എക്സ്പെക്ട് ചെയ്തല്ലേ വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു കാർത്തിയുടെ പെർഫോമൻസ്? ഫാമിലി ആയിട്ട് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഉറങ്ങിയാ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? സെക്കൻഡ് ഹാഫ്. ആ, ഫാമിലി ആണോ അതോ കോമഡി ആണോ? ബോറ് പടം. നന്നായിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തല്ലോ വന്നോ? എങ്ങനെ മസ്റ്റ് വാച്ച് ആണോ? മസ്റ്റ് വാച്ച്. മെയ്യഴകൻ എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. പ്രതീക്ഷയിൽ വന്നോ? നല്ല പടം. മസ്റ്റ് വാച്ച് ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു മെയ്യഴകൻ? എങ്ങനെയുണ്ട് കാർത്തിയുടെ പെർഫോമൻസ്? എങ്ങനെയുണ്ട്? ആരാണ് മികച്ചത്? പെർഫോമൻസ് കാർത്തിയുടെ കൊള്ളാം. ആ, കഥാപരമായിട്ട് ആണോ അതോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? എക്സ്പീരിയൻസ് ഒന്നും വാച്ചബിൾ ആയിട്ട് ലെങ്തിയാണ്. ആ, പിന്നെ എങ്ങനെ എന്താണ് പിടിച്ചിരുത്തുന്നത്? കഥയാണോ അതോ പിടിച്ചിരുത്തക്ക രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വൺ ടൈം വാച്ചബിൾ ആയിട്ട് പോകുന്ന ഒരു ഡ്രാമ മൂവി, അത്രേ ഉള്ളൂ. ഇമോഷണൽ ട്രാക്കാണ് ഇഷ്ടപ്പെട്ടത്. കാർത്തിയുടെ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ. അരവിന്ദ് സ്വാമി ഓക്കെയാണ്, വലുതായിട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. പക്ഷേ കാർത്തിക്കാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ക്യാരക്ടർ വൈസ് കാർത്തിയുടെ ഒരു ഫണ്ണി സൈഡ് കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് വരുമ്പോൾ ഒരു ഇമോഷണൽ സൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നല്ല 96 സംവിധായകനാണ്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? 96 കമ്പയർ ചെയ്യേണ്ട ഒരു പടമല്ല, ടോട്ടലി വേറൊരു ജേണറാണ്. ഇമോഷണൽ കണക്ട് ആവും. പടത്തിൻ്റെ ആ ഒരു ജേണർ അറിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ കണക്ട് ആവും. ഹീറോയിൻ ക്യാരക്ടറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹീറോയിൻ ക്യാരക്ടറിൽ എടുത്തു പറയാൻ വലുതായിട്ടൊന്നുമില്ല. ശ്രീവിദ്യ കൊള്ളാം, കുറച്ച് ചെയ്യാവുള്ളൂ, എന്നാലും ഓക്കെയാണ്. ഇപ്പോൾ വേറെ ലെവലാണ് ഇല്ല. അതായത് കാർത്തിയും അവരെ കോമ്പിനേഷൻ അത് തന്നെയാണ് മെയിനായിട്ട്. പടം ഭയങ്കരമായ ഒരു നല്ല ഫീൽ ഗുഡ് പടമാണ്. നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. വേറെ കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയത്. ക്ലൈമാക്സ് മാത്രം ജസ്റ്റ് അല്പം കൂടെ തിരുവ തോഴ കാണുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും ചില സമയം. കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊള്ളാൻ പറ്റും, നല്ല സിനിമയാണ്. കഥാപരമായിട്ട് ഇപ്പോൾ ആരുടെ ക്യാരക്ടറാണ് മുന്നിട്ട്? കഥാപരമായിട്ട് എനിക്ക് തോന്നിയത് കാർത്തിയുടെ ഒരു ക്യാരക്ടർ തന്നെയാണ്. കാർത്തിയെക്കാട്ടി സ്ക്രീൻ ഉള്ളത്, സ്ക്രീൻ സ്പേസ് ഉള്ളത് അരവിന്ദ് സ്വാമിക്കാണ്. പക്ഷെ എന്നാലും ആ വരുന്ന ടൈമിൽ കാർത്തിയുടെ ക്യാരക്ടറാണ് കൂടുതൽ കണക്ട് ആയത്. 96 ഡയറക്ടറാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ? ആ സെയിം അതുപോലെ തന്നെ അവർ ആ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. ഭയങ്കര രണ്ട് രീതിയിലുള്ള രണ്ട് പാറ്റേണുള്ള പടമാണ്. എന്നിരുന്നാലും ആ ഒരു സ്നേഹബന്ധവും ഇമോഷണൽ കണക്റ്റും ഫാമിലിയിലെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ കണക്ട് ചെയ്യാൻ അവർ വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, പെർഫോമൻസ് വൈസ് ആയിട്ട് ആരാണ് മികച്ചത്? രണ്ടുപേരും പൊളിയാണ്. ആദ്യം കാർത്തി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തെങ്കിൽ അരവിന്ദ് സ്വാമിയും രണ്ടുപേരും. കാർത്തി തന്നെയാണ് ഭയങ്കരമായിട്ട് പൊളിയായിട്ട് നിൽക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു ഫീലാവും, ഒരു നല്ല നമുക്ക് അതിലോട്ട് കയറി പോകാൻ പറ്റും. സിനിമ ഉണ്ടായിരുന്നു, മെയ്യഴകൻ കണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്താലേ വന്നോ പടം? ആ, ആരാണ് മികച്ചു നിന്നത്? മാണിക്യോ. ആ ക്യാരക്ടർ ആരാണ് ചെയ്തത്? ഇതാണല്ലേ, ഏറമാണല്ലേ?